45 lakh students from schools across the state under the inspiring message, play bold, live clean, win together. Today, we are proud to join that statewide movement and contribute our share towards this noble goal. Football teaches discipline, cooperation, leadership, perseverance, and respect. Qualities that help to build responsible citizens and healthy society. The program also reinforced the message of the government's anti-drug awareness campaign, encouraging our students to make positive choice in life. On this auspicious occasion, I would like to welcome our manager who presides this function. Welcome, sir. I extend a special welcome to our chief guest, Sri Vasat Chayachangadi sir. Your presence among us is a great honor and an inspiration to our students. I would like to welcome Jayan Murad. His powerful message through drama will be the tufan our students need to see and feel. Welcome, sir. Now, our secretary, Sugunesa, who is going to facilitate this function, and our PTA president, Manisa. Sir, I welcome you to this function. Then Ranjini ma'am, who is going to introduce the chief guest. Ma'am, welcome to the function. Bindu ma'am, who is going to facilitate this function. And Lidhay sir, the coordinator of today's function. I welcome all the students and teachers once again to this program. Thank you. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഇത് നമ്മളെ കുട്ടികളെ, ടീച്ചേഴ്സ്, സമയം കുറച്ച് വൈകിയതുകൊണ്ട് കൂടുതലായി ഒന്നും പറയുന്നില്ല. എല്ലാവർക്കും വേണ്ടി ഇനിയും നേരം നടക്കുകയും വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ നമ്മുടെ 2.1 മില്യൺ ഗോൾ എന്ന ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം നിർവഹിക്കാനായി ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് വടകര ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസറും വോളിബോൾ താരവുമായ ശ്രീ വാസിഫ് ചേച്ചൽഗണ്ടി അവർകളാണ്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുക എന്നതാണ് എൻ്റെ കർത്തവ്യം. വാസിഫ് ചേച്ചൽഗണ്ടി വോളിബോൾ എന്ന കൈപ്പന്തു കളിയുടെ പറുദീസയായ കടത്തനാടിൻ്റെ കായിക ചരിത്രത്തിൽ ഇന്ന് തിളങ്ങുന്ന പേരാണ് ശ്രീ വാസിഫ്. വടകര ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ ഹയർ ഗ്രേഡ് സ്റ്റേഷൻ ഓഫീസറായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. കല്ലേരി എന്ന വോളിബോൾ കളിക്ക് വടക്കൂറുണ മണ്ണിൽ നിന്ന് ആരംഭിച്ച് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച് കാണികളുടെ മനം കവർന്ന കളിക്കാരൻ. കേരള സ്റ്റേറ്റ് യൂത്ത് ചാമ്പ്യൻഷിപ്പിൽ കോട്ടയത്തിനു വേണ്ടിയും കേരള സ്റ്റേറ്റ് സീനിയർ ചാമ്പ്യൻഷിപ്പിൽ കോഴിക്കോടിനു വേണ്ടിയും വോളിബോൾ ജേഴ്സി അണിഞ്ഞിട്ടുണ്ട്. ഓൾ ഇന്ത്യ ഫയർ സർവീസ് മീറ്റിൽ 2 തവണ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് വോളിബോൾ ടീമിന്റെ ക്യാപ്റ്റനും BSF ടീമിൽ അതിഥി താരവുമായിരുന്നു ഇദ്ദേഹം. ഡൽഹിയിൽ വെച്ച് നടന്ന നാഷണൽ ഫയർ സർവീസ് മീറ്റിലെ ഷോട്ട് പുട്ട് ഇനത്തിൽ വെള്ളി മെഡൽ ജേതാവ് കൂടിയാണ്. സ്കൂബ ഡൈവ് മാസ്റ്റർ കോഴ്സ് പൂർത്തിയാക്കി സ്കൂബ ഡൈവിംഗ് ഇൻസ്ട്രക്ടറായും ഇപ്പോൾ സേവന രംഗത്തുണ്ട്. വോളിബോളിൽ തൻ്റെ പ്രതിഭ തെളിയിക്കെ തന്നെ ശ്രീ വാസിഫ് പഠന രംഗത്തും തിളക്കമാർന്ന വിജയങ്ങൾ നേടിയെടുത്തു എന്നത് എടുത്തു പറയേണ്ടതാണ്. +2 സയൻസ് പൂർത്തിയാക്കിയതിനു ശേഷം കെമിസ്ട്രിയിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി B.Edും സെറ്റും നേടിയ ഇദ്ദേഹം കുറച്ചുകാലം അധ്യാപകനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2013 PSC നിയമനം വഴി കേരള ഫയർഫോഴ്സിലേക്ക് സ്റ്റേഷൻ ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് നിയോഗിക്കപ്പെട്ടു. അതിനുശേഷവും വോളിബോൾ എന്ന കളിയോടുള്ള അടങ്ങാത്ത ആവേശത്താൽ ഇദ്ദേഹം ഇന്നും കോർട്ടിൽ നിറസാന്നിധ്യമായി തുടരുന്നു.
ഒട്ടേറെ ദേശീയ അന്തർദേശീയ താരങ്ങൾക്കൊപ്പം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച് കാണികളുടെ ആദരവും അംഗീകാരവും നേടിയ ഒരു മഹത് വ്യക്തി. അത്തരമൊരു മഹത് വ്യക്തിയെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിക്കാൻ ലഭിച്ചതിൽ ഏറെ അഭിമാനവും സന്തോഷവുമുണ്ട്. വോളിബോൾ ഇതിഹാസവും കേരള ഫയർഫോഴ്സിലെ കരുത്തുറ്റ സാരഥിയുമായ ശ്രീ വാസിഫ് സാറിന് തൻ്റെ കർമ്മവീഥിയിൽ ഏറെ ദൂരം പിന്നിടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സർ. ഇത്രയും നല്ല ഒരു സൗകര്യം അന്ന് ഒരുക്കി തരുന്ന ഒരു മാനേജ്മെൻറ്റ് ഈ ശ്രീനാരായണ സ്കൂളായിരുന്നു. വോളിബോൾ കളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആത്മബന്ധം നിലനിർത്തുന്ന ഒരു മാനേജ്മെൻറ്റാണ് ശ്രീനാരായണ. നിങ്ങൾക്കറിയാം, SM കോളേജാണെങ്കിലും ശ്രീനാരായണ കോളേജാണെങ്കിലും ഇവിടുത്തെ ഈ സ്കൂളുകളാണെങ്കിലും ഇപ്പോഴും ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീനാരായണ LP സ്കൂളുണ്ട്, നിങ്ങൾക്കറിയാം, പാർക്കിനടുത്തുള്ളത്. ആ സമയത്ത് ഒരു കളിക്ക് ഒരു സ്കൂൾ വിട്ടുകൊടുക്കുക എന്നൊക്കെ ഉള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. മറ്റ് പല ക്രൈറ്റീരിയകളും അവർക്ക് നോക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും ഇന്നും സ്കൂളിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കത് വിട്ടുകൊടുക്കുന്നതിന് കാരണം ആ ഒരു ലഹരിയാണ് ഇന്ന് എന്നെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ആ ഒരു ലഹരി, ഒരു കായികമായ ലഹരി എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ട കാര്യം. നമുക്കറിയാം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിരുന്നു ഓരോ ടീമിൻ്റെയും ഫാൻസ് ആരൊക്കെയാണെന്നൊക്കെ ഉള്ളത്. ഞാൻ മനസ്സിലാക്കിയത് ഏറ്റവും കൂടുതൽ ഫാൻസ് പോർച്ചുഗലിനാണ് എന്നാണ്. ഇവിടെ പോർച്ചുഗൽ ഫാൻസ് എന്ന് കൈവയ്ക്കുക. എനിക്ക് അഭിമാനമുണ്ട്, ഞാൻ പോർച്ചുഗൽ ഫാൻ ആയതുകൊണ്ടല്ല, പക്ഷെ ഞാൻ റൊണാൾഡോയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ എൻ്റെ മെസ്സി ടീം, അതായത് അർജന്റീന ടീമിൻ്റെ ഫാനാണ് അന്നും ഇന്നും എന്നും. പക്ഷേ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഒരു തവണ പോലും മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് അദ്ദേഹം പരസ്യമായി പറയുകയും അതേപോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മദ്യ കമ്പനികളുടെ ഒരു ബോട്ടിൽ കാണുമ്പോൾ പോലും എടുത്ത് മാറ്റിവെക്കുന്ന ഒരു പ്രകൃതമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തോട് ഒരു ഇൻ്റർവ്യൂവിൽ ഒരാൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അച്ഛൻ അമിതമായ മദ്യപാനം ഉണ്ടായിരുന്നു, മയക്കുമരുന്നിന് അടിമയായിരുന്നു. അങ്ങനെ അമിതമായ മദ്യപാനം മൂലം 52ാമത്തെ വയസ്സിൽ, തൻ്റെ 52ാമത്തെ വയസ്സിൽ തന്നെ എടുത്ത് താലോലിക്കേണ്ട, അതേപോലെ തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവേണ്ട ആ 52ാമത്തെ വയസ്സിൽ അച്ഛൻ അദ്ദേഹത്തെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് ആ വിഷമം എന്നും ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞത്, ഞാൻ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്കും നീങ്ങില്ല എന്നുള്ളതാണ്. ഞാനിവിടെ വരുന്നതിന് മുമ്പ് എൻ്റെ ഒരു നാട്ടുകാരനുണ്ട്. അദ്ദേഹം നിഷ്കളങ്കനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം മയക്കുമരുന്ന് MDMA അടിമപ്പെട്ടു പോയി ഏതോ ഒരു സമയത്ത്, ഒരു 8 വർഷം മുന്നേ. 8 വർഷം മുമ്പ് അദ്ദേഹം കോഴിക്കോട് ഒരു കോളേജിൽ പഠിക്കുമ്പോൾ MDMAക്ക് അടിമപ്പെട്ടു. അങ്ങനെ ആദ്യം ആർക്കും മനസ്സിലായില്ല എന്താണ് സംഭവിച്ചതെന്നുള്ളത്. പഠനത്തിലൊക്കെ പിന്നോക്കം പോയി. പിന്നെ ഗൾഫിലേക്ക് പോയി തിരിച്ചു വന്നു. വീണ്ടും ഗൾഫിൽ പോവുക, തിരിച്ചു വരിക മാത്രം. ഒരു രീതിയിലും സെറ്റിലാവുന്നില്ല. അതിനുശേഷം കല്യാണം കഴിച്ചു, 2 കുട്ടികളുടെ അച്ഛനായി. 2 കുട്ടികളുടെ അച്ഛനായ ആ സമയത്ത് പോലും പിന്നീട് കുടുംബവുമായിട്ട് ഭയങ്കരമായിട്ടുള്ള ആക്രമണങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ അവരുടെ രക്ഷിതാക്കൾക്ക് ഭയങ്കര സങ്കടം. അവർ ഞങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞു, എന്തോ പറ്റിയിട്ടുണ്ട് എൻ്റെ മകന്. ഇപ്പം ഞങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അവൻ്റെ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചപ്പോൾ അത്തരത്തിൽ ഈ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടുന്ന ആളുകളാണ് ഇവൻ്റെ സുഹൃത്ത് വലയങ്ങളിലുള്ളത്. ഇവൻ രാത്രി അസമയത്തൊക്കെ പോകുന്നതൊക്കെ അവരുടെ അടുത്തേക്കാണ്. അവരുടെ മൊബൈൽ നമ്പർ ചേസ് ചെയ്തപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ലിങ്കുള്ള ആളുകളാണ്. എന്തായാലും ഇവനെ രക്ഷപ്പെടുത്തേണ്ടത്. കാരണം നമുക്കറിയാം, ഏറ്റവും സ്മാർട്ടായിട്ടുള്ള കുട്ടികളെയാണ് ഇത്തരത്തിലുള്ള മാഫിയകൾ എപ്പോഴും കണ്ടെത്തിയിട്ട് അവരുടെ മീൻസ് സാമ്പത്തികമായിട്ടും നല്ല രീതിയിൽ മെച്ചമുള്ള കുടുംബത്തിൽ നിന്നും അതേപോലെ നല്ല സ്മാർട്ടായിട്ട് നടക്കുന്ന കുട്ടികളെയാണ് അവർ കൂടുതൽ ആകർഷിക്കപ്പെടുന്നത്. അങ്ങനെ അവനെ ഞങ്ങളൊക്കെ കൂടി ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് മാറ്റി. തൃക്കാക്കര ഡി അഡിക്ഷൻ സെൻ്ററുണ്ട്, അതേപോലെ തിരൂരുണ്ട്. അപ്പോൾ അവരെ രക്ഷിതാക്കളൊക്കെ പറഞ്ഞു തിരൂര് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ആദ്യം കോഴിക്കോട് കുറച്ചു ഭ്രാന്താലയത്തിൽ
കൊണ്ടുപോയി എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായിട്ട്. അവിടെ നിന്ന് ഒരാഴ്ച ട്രീറ്റ് ചെയ്തു, തിരിച്ചു വന്നു. പിന്നീട് ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയി 3 മാസം അവിടെ ട്രീറ്റ് ചെയ്തു. അതിനുശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ ചികിത്സ നടത്തുന്ന ഡി അഡിക്ഷൻ സെൻ്ററാണ്. അവർ പറഞ്ഞു രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു, നിങ്ങളിനി അവനെ ആ ഒരു മാനസികമായിട്ട് അത് ഉണർത്തുന്ന ഒരു വേദികളിലും നിങ്ങൾ അവനെ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവനെ ഗൾഫ് നാട്ടിലേക്ക് തന്നെ കയറ്റി വിട്ടു. അവിടെ അവൻ്റെ കുടുംബക്കാരൊക്കെ ബന്ധവസ്തിയിൽ അവൻ ജോലി ചെയ്തു. അതിനുശേഷം അവൻ നല്ല രീതിയിൽ കുടുംബത്തെ നോക്കുന്ന ആ കുടുംബത്തിലുള്ള അവൻ്റെ ഭാര്യയൊക്കെ ഇപ്പം ഞങ്ങളെയൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ആരാധനയാണ്. കാരണം അവനെ അങ്ങനെ രക്ഷപ്പെടുത്തി എടുക്കാനാവുന്ന അവർ പോലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ അവനെ ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഒരു തൂഫാൻ എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴേ, തൂഫാനായിട്ട് ബന്ധപ്പെട്ട് അവനെ വിളിച്ചപ്പോൾ നിനക്കെന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് ഞാൻ ചോദിച്ചു. കാരണം ഞാൻ MDMAക്ക് അടിമയല്ല, അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റിയുള്ള ധാരണ വളരെ കുറവായിരിക്കും. അപ്പോൾ അത്തരത്തിൽ അടിമപ്പെട്ടിട്ട് തിരിച്ചു വന്ന ആളുകളുടെ അടുത്ത് നിന്ന് നമ്മൾ കിട്ടുമ്പോൾ അത് വളരെ നല്ല ഉപദേശമായിരിക്കും. അപ്പോൾ അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത്, നമ്മൾ സാധാരണഗതിയിൽ ഒരു മൂർഖൻ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അത് വിഷമാണെന്ന് നമുക്ക് ഉറപ്പാണ്. പക്ഷെ ആ മൂർഖൻ പാമ്പിനെ നമ്മൾ കൗതുകത്തിന് പോലും ആ മൂർഖൻ പത്തിയെടുത്ത് നിൽക്കുന്ന അവസരത്തിൽ അതിൻ്റെ മുന്നിൽ പോയിട്ട് നമ്മൾ കൈവെക്കൂല, ഒന്നും വെക്കൂല, നമ്മൾ ഒന്നും ചെയ്യൂല. കാരണം എന്താ? അതിന് നല്ലതായ വിഷമുണ്ട്. അത് കടിച്ചു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്. ആ മരണം ഉറപ്പായതിനാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യൂല, അതിനടുത്തേക്ക് പോവില്ല. അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ എന്ത് സാധനം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ആദ്യമായിട്ട് ഒരു കൗതുകം തോന്നിയിട്ട് പോലും നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകരുത്. നിങ്ങൾ പറയേണ്ടത് ആദ്യം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഡേഞ്ചർ എന്നുള്ളത്. കാരണം ആദ്യമാണെങ്കിലും അവസാനമാണെങ്കിലും അതിലേക്ക് പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു തിരിച്ചു വരവില്ല. അവനെ തന്നെ തിരിച്ചു വന്നത് മൂർഖൻ പാമ്പ് കടിച്ചാൽ നമുക്കറിയാം. മൂർഖൻ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രം രക്ഷപ്പെടും. ഐ മീൻസ് പെട്ടെന്ന് തന്നെ എല്ലാ ട്രീറ്റ്മെൻറ്റും കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം രക്ഷപ്പെടും. അതും വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിലൊക്കെ കടന്നു പോയിട്ടാണ് തിരിച്ചു വരുന്നത്. അങ്ങനെയുള്ള ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലേക്ക് നമ്മൾ ഒരിക്കലും പോകുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. ആ അവസ്ഥ ഉണ്ടാവുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു പ്രാവശ്യം നമ്മളത് കൗതുകത്തിനാണെങ്കിൽ പോലും നമ്മളതിനെ നിരസിക്കണം. കാരണം നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരിക്കലും ഒരാൾക്കോ ഒരു വസ്തുവിനോ അടിമപ്പെടുത്താൻ നമ്മൾ ഒരിക്കലും വിടരുത്. കാരണം നമ്മുടെ ശരീരത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റണം. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരുന്നത് നമ്മൾ ഓസിന് കിട്ടുകയാണെന്ന് കരുതിയിട്ട് നമ്മൾ ഒരിക്കലും വാങ്ങി കഴിക്കരുത്. കാരണം നമ്മുടെ ശരീരത്തെ നോക്കേണ്ടത് നമ്മളാണ്. ഇപ്പം നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു സാധനം അനധികൃതമായിട്ട് എത്തിക്കഴിഞ്ഞാൽ ആ സാധനം നിങ്ങളെ നിയന്ത്രിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ പിന്നെ നിങ്ങൾ അതിന് അടിമപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരിക്കലും നിങ്ങൾ അടിമപ്പെടരുത്. അങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫയർ സർവീസുകാർക്ക് തീ അണക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. തീപിടുത്താണല്ലോ ഞങ്ങളെ മെയിനായിട്ടുള്ള പരിപാടി, തീപിടുത്തം അണക്കുക. അപ്പോൾ തീ അണക്കുമ്പോൾ നിങ്ങൾ ഫയർ ട്രയാങ്കിൾ എന്ന് കേട്ടിട്ടുണ്ടോ? ഫയർ ട്രയാങ്കിൾ എന്നുള്ളൊരു സിസ്റ്റം ഉണ്ട്. ഒരു ട്രയാങ്കിളിൻ്റെ 4 ഭുജങ്ങളുണ്ട്. അല്ല, പഠിച്ചിട്ടില്ലേ നിങ്ങൾ? 3 സൈഡുകൾ. ഈ 3 സൈഡുകൾ ഒരുമിച്ച് വന്നാൽ മാത്രമേ ട്രയാങ്കിൾ ആവുള്ളൂ. 120 ഡിഗ്രി ആംഗിളിൽ വന്നു 3 വരകൾ ഒരുമിച്ച് വരുന്നു. അപ്പോൾ എന്താകുന്നു? ട്രയാങ്കിൾ ആവുന്നു. ആ ട്രയാങ്കിളിൻ്റെ 3 ഭാഗങ്ങളുണ്ട്. ഒരു തീ ഉണ്ടാവണമെങ്കിൽ ഹീറ്റ് ഉണ്ടായിരിക്കണം, അവിടെ എന്തായാലും ചൂടുണ്ടാവണം, എന്നാലേ തീ ഉണ്ടാവുള്ളൂ, അല്ലേ? പിന്നെ ഓക്സിജൻ വേണം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്സിജനാണ് തീ കത്താൻ സഹായിക്കുന്നത്. അപ്പോൾ ഓക്സിജൻ വേണം, അതേപോലെ ഹീറ്റ് വേണം. പിന്നെന്ത് വേണം? ഓക്സിജനും ഹീറ്റും മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമുണ്ടോ? ഫ്യൂവൽ വേണം. എന്തെങ്കിലും ഒരു കത്തുന്ന സാധനങ്ങൾ അവിടെ വേണം. അത് ചിലപ്പോൾ വിറകാവാം, ചിലപ്പോൾ പെട്രോൾ ആവാം, ഡീസൽ ആവാം, മണ്ണെണ്ണ ആവാം, അങ്ങനെയുള്ള എന്തോ ആവാം, ഗ്യാസ് ആവാം. ഗ്യാസ് എന്നുള്ളത് ഒരു ഫ്യൂവലാണ്. ഇത് കത്താൻ സഹായിക്കുന്നത് ഓക്സിജൻ. കത്തണമെങ്കിൽ ഹീറ്റ് വേണം, അതേപോലെ ഫ്യൂവൽ വേണം. ഇത് 3ഉം കൂടെ ചേരുമ്പോഴാണ് ഒരു തീ ഉണ്ടാവുന്നത്. അപ്പോൾ ആ തീ അണക്കണമെങ്കിൽ ഞങ്ങൾ പഠിക്കുന്നത് അതിൽ ഏതെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഒന്നുകിൽ ഒരു പെട്രോൾ കത്തിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ അടുത്ത ആ പെട്രോൾ അവിടെ നിന്ന് മാറ്റുന്നു. വിറക് കൊള്ളി അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അത് തീ അണയും. അല്ല, അവിടുത്തെ തീ കുറയൂല്ലേ, പിന്നെ അത് വിറക് കിട്ടാതെ അത് അണഞ്ഞു പോകും.
ഇനി ഓക്സിജൻ കട്ട് ചെയ്യുന്നു. ഓക്സിജൻ കട്ട് ചെയ്യുക എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജനെ ഒഴിവാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. ഓക്സിജന് പകരം വേറെ ഗ്യാസ് കൊടുക്കുക. കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്റ്റിങ്വിഷർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓക്സിജന് പകരം അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമാവും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അണയും. അപ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഹീറ്റ് കുറച്ച് കൊടുക്കുക. നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്യുന്നത് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അവിടുത്തെ ഹീറ്റ് എന്താവുന്നു, താനെ ഇല്ലാതാവുന്നു, ഹീറ്റ് കുറയുന്നു. ഹീറ്റ് കുറയുന്നതോടുകൂടി തീ അണയുന്നു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഭാഗമാണ്. ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് നിങ്ങളെ പാരൻസ്, ഫാമിലി മെമ്പേഴ്സ് ഒരു സൈഡിലുണ്ട്, നിങ്ങളുടെ ടീച്ചേഴ്സ്, സൊസൈറ്റി വേറൊരു സൈഡിലുണ്ട്, ഒരു സൈഡിൽ നിങ്ങളുണ്ട്. നിങ്ങൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ടേയിരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയാസ്പദമായ രീതിയിൽ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിത്തന്നു, നിങ്ങൾ വേറെ ആരോടെങ്കിലും നിങ്ങൾ പറയണത്. മീൻസ് അതാണ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എത്ര പേരുണ്ട് ഇതിൽ? അച്ഛനും അമ്മയായിട്ടൊക്കെ എപ്പോഴും ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നവർ എത്ര പേരുണ്ട്? എല്ലാവരും പറയാനുണ്ടോ? എല്ലാവരും പറഞ്ഞ് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാണോ വരാറ്? അങ്ങനെ വരുന്നവർ വെരി ഗുഡ്, ഐ അപ്രീഷിയേറ്റ്. കാരണം ആ രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അവരിലേക്ക് ഒതുങ്ങിപ്പോകും. നിങ്ങളെ തെറ്റായ രീതിയിൽ നയിക്കാൻ വരുന്ന ആളുകളെ ചിന്തകൾ എപ്പോഴും നിങ്ങളെ മോശമാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഒതുങ്ങി പിന്നോട്ട് പോകും. അപ്പോൾ നമ്മൾ വേണ്ടത്, ഇപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള ഒരു കാര്യം വന്നു. പെട്ടെന്ന് തന്നെ 2778 ആളുകളെ അറസ്റ്റ് ചെയ്തു. 2778 ആളുകൾ നിങ്ങളെയും എൻ്റെയും ഒക്കെ അയൽവാസികളും സമൂഹത്തിലൊക്കെ ജീവിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. 2778 എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ, ദക്ഷിണാഫ്രിക്കയിൽ നിന്നോ അവിടെ നിന്ന് വന്നൊന്നുമല്ല. ഇവിടെയുള്ളതും അന്തർദേശീയ തലങ്ങളിലുള്ള ആളുകൾ വരെ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 10 കോടി രൂപയുടെ വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. 10 കോടി രൂപയുടെ വസ്തുക്കൾ. അത് കേരളത്തിൽ മൊത്തം വിൽക്കുകയാണെങ്കിൽ ഒരു താലൂക്കിലെ മൊത്തം ആളുകളെ ഈ ലഹരിക്ക് അടിമപ്പെടുത്താൻ പാകത്തിനുള്ള ഒരു വസ്തുക്കളാണ് പിടിച്ചിരിക്കുന്നത്, ലഹരി വസ്തുക്കൾ. അപ്പം മനസ്സിലാക്കേണ്ടത്, ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇത്തരം ലഹരി മാഫിയകളെ അടിച്ച് തൂഫാനാക്കേണ്ട ആളുകളാണ്. മനസ്സിലായ? അടിച്ച് തൂഫാനാക്കി വിട്ടേക്കാണ്. തൂഫാൻ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റാണ്. നിങ്ങൾ ഇതിനെതിരെ കൊടുങ്കാറ്റായിട്ട് വളരണം. നിങ്ങൾ ആ തീ ഉണ്ടല്ലോ, ഞങ്ങൾ തീ അണക്കുന്നവരാണ്. നിങ്ങൾ തീ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നവരായിരിക്കണം. ഇവർക്കെതിരെയുള്ള എപ്പോഴും ആർജവത്തോടുകൂടി നിങ്ങൾ ഇതിനെതിരെ പ്രവർത്തിക്കുമെന്ന്, എന്തെന്നെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും എതിരെ പ്രവർത്തിക്കാൻ വേണ്ടി സന്നദ്ധരാകുന്ന ആ ഒരു തീയെ അണയാതെ സൂക്ഷിക്കുന്ന തൂഫാനായി മാറേണ്ട ആളുകളാണ് നിങ്ങൾ. അത്തരത്തിലുള്ള തൂഫാനായിട്ട് മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. Thank you.
ഇത്രയും വലിയ തിരക്ക് പിടിച്ച ഈ ഒരു അവസരത്തിലും നമ്മുടെ സ്കൂളിൽ വന്ന് ഇത്തരമൊരു പരിപാടി ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ അദ്ദേഹം കാണിച്ച ആ വലിയ മനസ്സിന് ഞാൻ സ്കൂൾ സെക്രട്ടറി എന്ന നിലയിൽ ആദ്യമായി ഹൃദയം നിറഞ്ഞ നന്ദി അദ്ദേഹത്തിന് അർപ്പിക്കട്ടെ. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഡെപ്യൂട്ടി മാനേജർ, ബഹുമാനപ്പെട്ട HM, അതേപോലെ PTA പ്രസിഡൻറ്റ്, മറ്റ് സ്നേഹം നിറഞ്ഞ അധ്യാപകന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് നിങ്ങളെല്ലാവരും ഒന്ന് സൈലൻ്റായിട്ട് ഇരിക്കണം. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഒരു വേൾഡ് കപ്പിൻ്റെ ഒരു ഗാലറിയിലുള്ള ഒരു അവസ്ഥ പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. എല്ലാവരും അവരവർക്ക് ഇഷ്ടപ്പെട്ട രാജ്യത്തിൻ്റെ ജേഴ്സിയൊക്കെ അണിഞ്ഞ് വല്ലാത്തൊരാവേശം. ശരിക്കും നമ്മുടെ സ്കൂളിൻ്റെ ഈ ലോകാരാധ്യനായിട്ടുള്ള ഗുരുദേവൻ്റെ നാമധേയം കൊണ്ട് സമ്പന്നമായിട്ടുള്ള നമ്മുടെ സ്കൂളിലെ ഒരു മണൽത്തരി പോലും നിങ്ങളുടെ ആവേശം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കായിക രംഗമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരാളെന്ന നിലയിൽ ഞാൻ ഒന്നും അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ എൻ്റെ ഒരു സങ്കടം ഞാനിവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങളൊക്കെ ഫുട്ബോൾ പ്രേമികളാണ്. ഫുട്ബോൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആവേശം അണപൊട്ടി ഒഴുകുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ മറ്റ് ചെറിയ കേരളത്തിൻ്റെ കാൽഭാഗം പോലും ഇല്ലാത്ത ഒട്ടനവധി രാജ്യങ്ങൾ, നമ്മുടെ ജനസംഖ്യയുടെ, കേരളത്തിൻ്റെ ജനസംഖ്യയിൽ പകുതി പോലും ഇല്ലാത്ത രാജ്യങ്ങൾ ലോകകപ്പിൽ തിളങ്ങുന്ന കളികൾ കളിക്കുന്നതും അവർ ഗോളുകൾ നേടുന്നതൊക്കെ കാണുമ്പോൾ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഒരുപാട് സങ്കടം തോന്നാറുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ കാണിക്കുന്ന ആവേശം ഒരു ലോകകപ്പിൽ ഒരു പ്ലെയർ ആവാനും അല്ലെങ്കിൽ ഒരു ലോകകപ്പിൽ ഒരു ടീം ഉണ്ടാക്കാനൊക്കെ നിങ്ങളെപ്പോലുള്ളവർക്ക് കഴിയുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അതിശയമൊക്കെ തോന്നും. സാറെന്തായി പറയുന്നത്, ലോകകപ്പിൻ്റെ കളിക്കാരനാവുക അല്ലെങ്കിൽ ലോകകപ്പിലൊരു ടീം ഉണ്ടാക്കാൻ കഴിയുക, അതൊക്കെ ഞങ്ങളെ കൊണ്ട് സാധ്യമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും സാധ്യമാണ്. ഇപ്പം മെസ്സി ആയാലും പിന്നെ റൊണാൾഡോ ആയാലും പിന്നെ അങ്ങനെ എല്ലാ കളിക്കാരും പേരറിഞ്ഞൂടാ. അപ്പോൾ അവരുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. അവരൊക്കെ വെറും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അവരുടെ ആ ഒരു പിന്നെ പ്രയത്നം കൊണ്ടാണ് അവർ ലോകകപ്പിൽ ഇത്രയും തിളങ്ങുന്ന ആ ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേർന്നിട്ടുള്ളത്. ദൈവം ബാക്കി എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച പോലെയല്ല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യന് എല്ലാ കഴിവുകളും ദൈവം കൊടുത്തിട്ടുണ്ട്, എല്ലാ കഴിവുകളും. അപ്പോൾ ആ കഴിവിൻ്റെ പിന്നെ നമുക്കുണ്ടായിട്ടുള്ള ആ ഒരു കഴിവുകളുടെ ആ ഒരു സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യുക. അതെവിടെയാണെന്ന് കണ്ടുപിടിച്ച് ഇപ്പോൾ കലയിലായാലും കായികത്തിലായാലും പിന്നെ സാഹിത്യത്തിലായാലും ഒക്കെ നമുക്ക് ഒട്ടനവധി കഴിവുകൾ തന്നിട്ടാണ് ദൈവം നമ്മളിങ്ങോട്ട് വിട്ടിട്ടുള്ളത്. നമ്മളെ കഴിവ് കണ്ടെത്തുക എന്നൊരൊറ്റ ഒരു ജോലി മാത്രമേ നമുക്കുള്ളൂ. അത് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങ് പോയിക്കോളും, ഒരുപാട് മുന്നോട്ടേക്ക് പോയിക്കോളും. ഞാൻ അതിൻ്റെ പറയാൻ വിട്ടുപോയി. എൻ്റെ ഒരു ആത്മസുഹൃത്ത് കൂടിയായിട്ടുള്ള ജയൻ മൂരാട്, അദ്ദേഹം നിങ്ങളുടെ മുമ്പിൽ ലഹരിയുടെ ആ ഒരു പിന്നെ പ്രയാസങ്ങൾ, ലഹരി ഉണ്ടാക്കുന്ന ഒരു മനുഷ്യജീവിതത്തിൽ ലഹരി ഉണ്ടാക്കുന്ന ആ പ്രയാസങ്ങളെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ വിഷമതകളെക്കുറിച്ച് അദ്ദേഹം ഒരു നാടകരൂപത്തിൽ അദ്ദേഹം നിങ്ങളുടെ മുമ്പിൽ പിന്നെ ഇവിടെ ഒരു നാടകം അവതരിപ്പിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആ ഒരു നാടകം ജീവിതമാണ് ലഹരി എന്നാണ് ആ നാടകത്തിൻ്റെ പേര്. ജയൻ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു നടനാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ ഈയിടെ ഒരു വലിയൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആ അവാർഡിൻ്റെ പേരെനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നില്ല. അത് ജൂലൈ 4-ാം തീയതി ഗ്ലോബ് തിയേറ്ററിൻ്റെ നേതൃത്വത്തിൽ വടകരയിലെ പൗരാവലി ഞാനടക്കമുള്ള ഞങ്ങളൊക്കെ കൂടി ഒരു വലിയൊരു സ്വീകരണം അദ്ദേഹത്തിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് നമുക്ക് നമ്മുടെ മുമ്പിലൊരു നാടകം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. അതേപോലെ
പിന്നെ കോഴിക്കോട് ഇപ്പം അടുത്ത് കളിച്ചിരുന്ന സ്ഥിരം നാടകവേദിയായിട്ടുള്ള കലാനിലയത്തിൻ്റെ രക്തരക്ഷസ് എന്ന നാടകത്തിലെ പ്രധാനപ്പെട്ട വേഷം ചെയ്ത ആൾ കൂടിയാണ് ശ്രീ ജയൻ മൂരാട്. അതിൽ 2 കഥാപാത്രങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ഒരു പോലീസ് ഓഫീസറായിട്ടും അതുപോലെ തന്നെ നായകൻ്റെ സഹോദരിയുടെ ഭർത്താവായിട്ടും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. വളരെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് അദ്ദേഹം. അതിൽ കലാനിലയത്തിലൊക്കെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ആ നടന് കിട്ടുന്ന വലിയൊരു ഭാഗ്യം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങളിൽ ഒരു മെസ്സി ഉണ്ട്, ഒരു റൊണാൾഡോ ഉണ്ട്, അങ്ങനെ ഒട്ടനവധി താരങ്ങൾ നിങ്ങളുടെ ഇടയിലുണ്ട്. അവരെ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ ഇങ്ങനെയുള്ള പരിപാടികൾ പ്രയോജനപ്പെടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ വളരെ ഗംഭീരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്നുള്ളത് മറ്റൊന്നുമല്ല, നമ്മുടെ സമൂഹം ഇന്ന് പൂർണ്ണമായും അല്ലെങ്കിൽ ഭാഗികമായോ ലഹരിയുടെ പിടുത്തത്തിലേക്ക് അമർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണിക്കുന്ന ഓരോ ടീമിനോടും കാണിക്കുന്ന ആവേശവും സ്നേഹവും ഒക്കെ ചേർത്തുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഏത് ലഹരി അവസ്ഥകളെയും നമുക്ക് മറികടക്കാനാവും എന്ന് നമ്മളിപ്പം തന്നെ തെളിയിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ തീർച്ചയായും ഈ കേരള സർക്കാരിൻ്റെ ഈ പരിപാടിയോട് നമ്മൾ ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തെയും കുട്ടികളെയൊക്കെ രക്ഷിക്കേണ്ട പൂർണ്ണമായ ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഇതിന് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. നമ്മൾ ഇന്ന് 1 മില്യൺ തൂഫാൻ എന്ന ഈ പ്രോഗ്രാം വളരെ പ്രശംസനീയമായ രീതിയിൽ നടത്തിയിരിക്കുകയാണ്. നമ്മുടെ നാട് ലഹരിയിൽ നിന്ന് വിമുക്തമാക്കാൻ വേണ്ടിയിട്ട് ഇതേ ടീമായി ഇതേ സ്പിരിറ്റോടുകൂടി ഒരേ ഒരു ലക്ഷ്യത്തിലെത്തിച്ചേരാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ഇന്നത്തെ ഈ ദിവസം നമ്മൾ ഇവിടെ വളരെ ഭംഗിയായി കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വേൾഡ് കപ്പിനോടനുബന്ധിച്ച് നമ്മൾ നടത്തുന്ന ഫാൻ ഷോയും അതുപോലെ കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതിയായ ലഹരി വിമുക്ത കുട്ടികളിലൂടെ എങ്ങനെ നമുക്ക് സമൂഹത്തിൽ നടപ്പിൽ വരുത്താം എന്ന രീതിയിൽ ആവിഷ്കരിച്ച പദ്ധതിയായ തൂഫാൻ ഗോൾസ് നമ്മൾ സ്കോർ ചെയ്യുക എന്ന പരിപാടിയുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ 2 വാക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യമായ നന്ദി പ്രകാശത്തിലേക്ക് കടക്കാം. നമ്മളിവിടെ ഉദ്ഘാടകനായി എത്തിയിരിക്കുന്നത് വാസി സാറാണ്. സാറിനെ പറ്റിയ ഒരു ഇൻട്രഡക്ഷൻ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അതിലുപരി എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്, ഞങ്ങൾ ഒരുമിച്ച് കളിക്കുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന സാറല്ല കളിക്കളത്തിൽ സാറ് ഒരു പുലിയാണ്, നിങ്ങൾ കണ്ടാൽ അറിയാം. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണേ, മനസ്സിലാക്കേണ്ടത് കായിക മേഖലയിൽ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച LP സ്കൂളിൽ വൈകുന്നേരം പോയാൽ കാണാം, ഒരു 7 മണിക്ക് ശേഷം അവിടെ ഒരു വേർതിരിവില്ലാതെ സാറെ പോലുള്ള സീനിയർ ഓഫീസർമാരും സാധാരണ ജോലി ചെയ്യുന്ന ആൾക്കാരും എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് ഒരു കോർട്ടിൽ വളരെ ശക്തമായ ടീമുകൾ തമ്മിൽ മത്സരിക്കുന്നതും അവർ ഒരേ ഐക്യത്തോടു കൂടി പ്രവർത്തിച്ചുകൊണ്ട് ടീമിനെ വിജയത്തിലേക്ക് നയിക്കുന്നതും കാണാം. അപ്പോൾ നിങ്ങളിപ്പം കാണുന്ന വേൾഡ് കപ്പിലും അവിടെ ജാതി വർണ്ണ മത വ്യത്യാസമില്ലാതെ ഒരു കൊടിയുടെ കീഴിൽ ഒരു രാജ്യത്തിൻ്റെ പേരിലാണ് മത്സരിക്കുന്നത്. അവിടെ വേറൊരു വേർതിരിവില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും സ്പോർട്സിലേക്ക് വന്നിട്ട് ആരും ഇന്ത്യൻ പ്ലെയർ ആണെന്നോ അല്ലെങ്കിൽ എല്ലാവരും എന്തായാലും ഒരു ടീമിൽ മാക്സിമം 18 പേര് 21 പേരെ എടുക്കും ഫുട്ബോൾ ടീമിൽ. അപ്പോൾ എല്ലാവരും ഇന്ത്യ കളിക്കണമെന്നോ വേൾഡ് കപ്പ് കളിക്കണമെന്നല്ല. നിങ്ങളെ ലഹരി കായികമാകട്ടെ എന്ന ഒരു മുദ്രാവാക്യം നമ്മുടെ മനസ്സിലെപ്പം ഉൾക്കൊള്ളുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഈ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിച്ച നമ്മുടെ സ്കൂളിൻ്റെ ബഹുമാനപ്പെട്ട മാനേജർ ജനാന സാറിന് ഞാൻ എൻ്റെ പേരിൽ ഈ സ്കൂളിൻ്റെ പേരിലുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ചേർന്ന് നിങ്ങൾക്ക് നല്ലൊരു മോട്ടിവേഷൻ സ്പീച്ച് നടത്തിയ നമ്മുടെ വാസ് സാർക്കുള്ള നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. ഈ ചടങ്ങിൽ ആശംസകൾ അറിയിച്ച സ്കൂൾ സെക്രട്ടറി സുഗുണേഷ് സാർ, നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു മാഡം, നമ്മുടെ ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ്, അതുപോലെ ഈ ചടങ്ങിൽ വാസ് സാർക്കുള്ള ഉപഹാര സമർപ്പണം നടത്തിയ ഡെപ്യൂട്ടി മാനേജർ മണിബാബു സാർ എന്നിവർക്കുള്ള നന്ദി അറിയിച്ചുകൊണ്ടുന്ന് ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ പേരിലും സ്കൂളിൻ്റെ പേരിലും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.
dream I didn't understand. No money, no shoes, no perfect pitch. Just a wall and a broken gate. But something deep inside me said, this is your moment, don't wait. Every star, every fall, every tear on this road was building the fire, was carrying the load. Now the world holds its breath, and I'm ready to go. One fire burning where no one can see. One game that set every dreamer free. From Mexico, Montreal, we bleed the same. We love the same. Beautiful game. One fire, higher, higher. In the chest of every child, every street, every mile. One world, let's go. Hey, hey, oh, oh. One fire, let's go. Hey, oh, one world.
circle it wide. It's time for Africa. I'm a Johnny, biggie, mama. My sister's a biggie, mama. East to west, my tea, what I walk in my head, what I walk in my head. And this is so mercy, this is Africa. Got everything you need, now bring it like you need it, just like you need it. Mira lo que vale, como tú sabes, como tú sabes. Vocês conhecem? Professora, que conta é essa? 20 mais 20, mais 20 mais 7. Aí é muito fácil, professor é 6, 20 mais 20, mais 20 mais 7. Aí é muito fácil. Vai quicando, vai jogando, não pede razão, não mete não. Pra dentro, Ela vai. it's time for Africa. I'm a Johnny, biggie, mama. My sister's a biggie, mama. East to west, my tea, what I walk in my head, what I walk in my head. And this is so mercy, this is Africa. Professora, que conta é essa? 20 mais 20, mais 20 mais 7. Aí é muito fácil, professor é 6, 20 mais 20, mais 20 mais 7. Aí é muito fácil, professor é 6, Argentina, Argentina, la escaloneta ya llegó. Martínez, Molina, Romero, Senesi, Tagliafico, Macalister, Paredes, Fernández, Álvarez, González, respeten los rangos, el rey ya llegó. We should live our life and get inspired. വെള്ളന്റെയും മാധേവന്റെയും കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായോ? ഈ കഥയ്ക്ക് ഒരു ഗുണപാഠമുണ്ട്. മനസ്സിലായോ? നമ്മള് കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ വിശ്വസിക്കാൻ കൊള്ളുന്നവരായിരിക്കണം. അല്ലാതെ അവന്റെ സമ്പത്തോ സൗന്ദര്യമോ നോക്കിയായിരിക്കരുത്. അങ്ങനത്തെ കൂട്ടുകാർ നമുക്ക് ആപത്ത് വരുമ്പോൾ നല്ല വിട്ടേച്ച് പറഞ്ഞതുപോലെ പോയിക്കളയും. ആപത്ത് വരുമ്പോൾ ചേർത്ത് നിർത്തുന്നതായിരിക്കണം കൂട്ടുകാരൻ, അല്ലേ? അപ്പോ ഒരുപാട് കഥകൾ പറഞ്ഞു തന്നില്ലേ? ഇനി മക്കള് പറ, അപ്പൂപ്പൻ കേൾക്കാം. ആരാ നല്ലൊരു കഥ അപ്പൂപ്പൻ പറഞ്ഞു? നമ്മൾ പറയുമ്പോ പറയും കഥയല്ലേ, കുസൂചിയല്ലേ? അതുകൊണ്ടല്ലോ. അപ്പോ അപ്പൂപ്പനെ കൊടുക്കാനുള്ള പരിപാടിയാണല്ലേ? ശരി, മോള് ചോദിച്ചാട്ടെ. അപ്പൂപ്പനറിയാമെങ്കിൽ ഉത്തരം തരാം. എന്താ? എങ്ങനെ? അത് ശരി. വള്ളിയുണ്ടെങ്കിൽ അസുഖം, വള്ളിയുണ്ടെങ്കിൽ മരമോ? അത് അപ്പോ അസുഖം എന്ന് പറഞ്ഞ ഇപ്പൊ എന്താ? തലവേദന, വയറുവേദന, പനി. പനി. വള്ളിയില്ലെങ്കിൽ പന, മരം. ശരിയല്ലേ? കൊള്ളാം കേട്ടോ, നല്ല ചോദ്യം. അപ്പോ അടുത്ത കഥയാരാ പറയുന്നത്? വീണ്ടും കുസൃതി ചോദ്യം. നിങ്ങളൊക്കെ കുസൃതികളാണല്ലോ. ശരി ശരി ശരി, ചോദിച്ചാട്ടെ. താഴോട്ട് നോക്കൂ. അതിപ്പോ ചന്ദ്രനിൽ നിൽക്കുന്ന ഒരാൾ താഴോട്ട് നോക്കിയ എന്ത് കാണും എന്ന് ചോദിച്ചാ എന്താ കാണുക? ഭൂമിയെ കാണാം, അല്ലേ?
അല്ലേ? പിന്നെന്ത് കാണാനാ? അത് ശരിയാ. ഭൂമിയിൽ നിൽക്കുന്ന ഒരാൾ താഴോട്ട് നോക്കിയാൽ ഭൂമിയല്ലേ കാണൂ. അപ്പോ ചന്ദ്രനിൽ നിൽക്കുന്ന ഒരാൾ താഴോട്ട് നോക്കിയാൽ അവർക്ക് ചന്ദ്രനെ മാത്രമേ കാണാൻ കഴിയൂ. ഭൂമിയെ കാണണമെങ്കിൽ പുള്ളിക്ക് ചിലപ്പോൾ മേലോട്ട് നോക്കേണ്ടി വരും. വീണ്ടും കേട്ടോ, നല്ല ചോദ്യം. ഇനി അടുത്ത കഥ. അതുകൊണ്ട് വീണ്ടും അപ്പൂപ്പൻ തന്നെ പറഞ്ഞു. എന്നാ പിന്നെ അപ്പൂപ്പൻ ഒരു കുസൃതി ചോദിക്കാം. പണ്ട് നമ്മുടെ കുഞ്ഞുമാര് വിളിച്ചതാ, ശ്രദ്ധിച്ച് കേൾക്കണം. വടകര വളവിൽ ഒരു 60 തെങ്ങുണ്ട്. 60 തെങ്ങിന് 60 കൊത്തുണ്ട്. 60 കൊത്തിലും 60 നത്തുണ്ട്. എന്നാൽ നത്തിന് കണ്ണെത്ര? അല്ല 60 നത്തിന് 120 കണ്ണ്. അത് ശരി. പക്ഷേ എന്റെ ചോദ്യം അതല്ല. മക്കൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടാ. വടകര വളവിൽ 60 തെങ്ങുണ്ട്. 60 തെങ്ങിനും 60 കൊത്തുണ്ട്. 60 കൊത്തിലും 60 നത്തുണ്ട്. എന്നാൽ നത്തിന് കണ്ണെത്ര? 2. കേട്ടില്ലേ? ഇടുക്കി നത്തിന് കണ്ണെത്ര എന്നല്ലേ അപ്പൂക്ക് ചോദിച്ചത്. അതിലുള്ള കുസൃതി ചോദ്യമാകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. മക്കളെ, അമ്മമാരെ വിളിക്കുന്നത് കേട്ടോ. മക്കളെ ചെല്ലേ, സന്ധ്യയാറായില്ലേ? മക്കളെ ചെല്ലേ. നാളെ ഇവിടുത്തെ കാണുള്ളൂ. അതൊന്നും പറയാൻ പാടില്ല മക്കളെ. അപ്പൂപ്പന്റെ കാര്യമല്ലേ, അങ്ങനെ ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ലേ. ചിലപ്പോ നാളെ ഇവിടുത്തെ കണ്ടുപിടിക്കും. ശരി മക്കളെ, ശരി. നമസ്കാരം മാഷെ. ഞാനിങ്ങനെ കുട്ടികളുമായി ചുമ്മാ ഓരോ കഥകൾ പറഞ്ഞിരിക്കുകയായിരുന്നു. ഇളം കാറ്റേറ്റ് ഈ അരയാൽത്തറയിലിരിക്കാൻ എന്തൊരു സുഖമാണ്. കുട്ടികളുമായി ഇങ്ങനെ സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ലെന്നേ. ഒരു മിടുക്കന്മാരാ. കഥകളും ചോദ്യങ്ങളൊക്കെയായി അങ്ങനെ ഇരുന്നു പോയി. അതെ, കുട്ടികളോട് തിരിക്കുമ്പോ നമ്മൾ പറയാതെ കുട്ടികളായി പോവും. അല്ല, ഇദ്ദേഹം അത് ശരി, ചന്ദ്രൻ സാറിനെ കണ്ടാത്തന്നെ അറിയാമല്ലോ ഒരു പോലീസുകാരനാണെന്ന്. അതെ, ഒരു പേര് പോലീസ് തന്നെയാണ്. അല്ല മാഷേ, കൃഷ്ണൻ മാഷിനെ ഇന്നലെ ഇവിടെ വെച്ച് പരിചയപ്പെട്ടതാണ്. മുൻപൊരു ജോലിയില്ല. എന്റെ പേര് ഭാസ്കരൻ പിള്ള. നാടോ നാട് എന്നൊന്നും പറയുന്നില്ല സാറേ. ഞാനേ ഒരു നാടോടിയാണ്, ഒരു ഊര് തെറ്റി. ഭൂമിയിലും ദിക്കിലും എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ ഇങ്ങനെ സഞ്ചരിച്ച് ദൂരസ്ഥലങ്ങളിലേക്ക് കാണും. ഇഷ്ടപ്പെട്ട 1-2 ദിവസം അവിടെ താമസിച്ചിരിക്കും. ഒരു 3 ദിവസത്തിൽ കൂടുതൽ എവിടെയും തന്നിട്ടില്ല. യാത്ര മുറിയും ഭക്ഷണം കിട്ടുന്നു. അതിപ്പോ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഭക്ഷണം കിട്ടും. പിന്നെ രാത്രിയാണെങ്കിൽ നല്ല വിശപ്പ് തോന്നുമ്പോൾ ഞാൻ അടുത്ത് കാണുന്ന ഏതെങ്കിലും വീടുകളിലോ ഹോട്ടലുകളിലോ കയറി ചോദിക്കും, മക്കളെ വിശപ്പുണ്ട്, ഇത്ര ഭക്ഷണം തരുമെന്ന്. പലരും തരും കേട്ടോ. ചിലവ് കാശ് വെച്ച് കിട്ടും. കാശ് ഞാൻ വാങ്ങിക്കാറില്ല കേട്ടോ. പിന്നെ ചിലവ് ചോദിക്കും, നല്ല തണ്ടും തടിയെ കൊണ്ടുപോയി കളവാ, വല്ല കോടിയിൽ ചോദിച്ചു വിടുന്നു. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയാണെങ്കിൽ ഞാൻ ചെയ്യും. അപ്പോൾ കാശ് ഞാൻ വാങ്ങിക്കാറില്ല. ഭക്ഷണം തന്നാൽ കഴിക്കും. എല്ലാത്തിനാ ചന്ദ്രൻ സാറേ കാശാണ് സകല കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. അത് കിട്ടുന്നവരും വീണ്ടും മാറിക്കൂട്ടാൻ പോകുന്നു. പണ്ട് പാക്കനാട് പറഞ്ഞതുപോലെ പണം ആളത്തില്ല മാഷേ. അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? അവൻ വിളിച്ചു കഴിഞ്ഞപ്പോ ശവമഞ്ചത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ 2 കൈകളും ഇങ്ങനെ പുറത്തേക്ക് തൂക്കിയിട്ടിരിക്കുന്നു. എന്തിനാ? ലോകം കീഴടക്കിയ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി പോലും ശൂന്യമായ കൈകളോടാണ് ഈ ലോകത്തിൽ നിന്ന് യാത്രയായത് എന്ന് നമ്മൾക്കുള്ളവരുടെ ബോധ്യപ്പെടുത്താൻ. അല്ലാതെന്താ?
കണ്ടു കയറുമ്പോൾ എന്തിനാണ് പെട്ടെന്ന് എടുത്ത് ചെല്ലാനല്ലേ? എനിക്കിപ്പോ പെട്ടെന്ന് ഇവിടെ ചെല്ലാനാ. അങ്ങനെ ചെരുപ്പ് ഉപയോഗിക്കുക. ഒരുപാട് ഭക്ഷണമായി ഇതാ ശീലം. ബന്ധുക്കളും ലോകമേ തറവാട് എന്ന് വിശ്വസിച്ചാൽ എല്ലാവരും ബന്ധുക്കളുടെ ഭാഷയിൽ ആളുകൾ എന്തിനായി മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലുമൊക്കെ ഇങ്ങനെ തമ്മിൽ തള്ളുന്നത്? വലിയ കാര്യമുണ്ടോ? അതിർത്തികൾ തമ്മിൽ നീക്കം ചെയ്യുന്നതിന് പണ്ട് നാടായാലും പറഞ്ഞതുപോലെ ഒരു ജാതി ഒരു മതം എന്നൊരു വിചാരം ഉണ്ടായാൽ പോരെ? വിശ്വമാനവൻ എന്നൊരു കാഴ്ചപ്പാടുള്ളതല്ലേ? അത് ശരിയായ സംസാരെ സഹോദരൻ അയ്യപ്പൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ജാതി വേണ്ട മതം വേണ്ട എന്ന് പറയുന്നതും ഒരു ജാതി ഒരു മതം എന്ന് പറയുന്നതും എന്താ വ്യത്യാസം? രണ്ടും ഒന്ന് തന്നെയാണ്. പിന്നെ ദൈവത്തിലെ കാര്യം അതേപ്പറ്റി ചില ആളുകൾ ചെന്ന് നാരായണ ഗുരുവിനോട് പരാതി പറഞ്ഞു പോലും. അതിന് കൂടി കഴിഞ്ഞ മറുപടി എന്താണെന്നറിയോ? കുഴപ്പമില്ല, അയ്യപ്പന്റെ പ്രവൃത്തി ദൈവമുണ്ട്. നമ്മൾ നല്ലത് ചെയ്താൽ പോരെ മാഷേ? അത് മതി. മനുഷ്യ വിചാരിക്കുന്നത് പോലെ ഞാൻ അങ്ങനെ സന്യാസിയല്ല. സത്യം പറഞ്ഞ ജയിച്ചിട്ട് പുറത്തിറങ്ങി ഒരു കുഴപ്പമില്ല. ഞാൻ അതോ ഈ ലോകത്ത് എന്നെ സ്നേഹിക്കുന്നു, സ്നേഹിച്ച ഇവിടെ കൊച്ചനെ അതൊക്കെ കണ്ണക്കുള്ള ചെറുപ്പക്കാർക്ക് പ്രേമം തലക്ക് പിടിക്കുമ്പോൾ തോന്നുന്നതാ. നേരം തോന്നും. അപ്പൊ അതിലൊക്കെ സുന്ദരി അപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നൊക്കെ വെറുതെയാ. വെറുതെ 10 മാസം വയറ്റിലിട്ട് നീണ്ട് പ്രസവിച്ച രമ്മയെ പോലെ കാലുകൾ മാറ്റം മൂട്ടി മുന്നേറ്റ് നടത്തിയ രമ്മയെ പോലെ ഓരോടുത്തിട്ട് എന്നെ വെച്ച് നമ്മൾ ആശ്വസിപ്പിക്കുന്ന രമ്മയെ പോലെ സ്കൂൾ വിട്ട് വരുമ്പോൾ 5 നിമിഷം താമസിച്ചു പോയ ആശങ്കയോടെ പഠിക്കാൻ വിളിക്കണമെന്ന് കാത്തിരിക്കുന്ന പോലെ ഈ ലോകത്ത് വേറെ ആരാണ് സ്നേഹിക്കുന്നത്? അമ്മ. ആ അമ്മയെ തന്നെയാണ് സാമ്പത്തിക ശേഷി തിരക്കേറുള്ളത് കുടുംബവും ഭക്ഷണങ്ങളുടെ. പക്ഷേ അച്ഛൻ്റെ ആകസ്മികമായ മരണത്തോടെ എല്ലാം തകിടം പറഞ്ഞു. അച്ഛൻ വളരെ കമശക്കാരനായിരുന്നു. വളരെ അച്ചടക്കത്തോടെയാണ് ഞങ്ങൾ വളർത്തിയത്. ഞാനാണ് കുടുംബത്തിലെ മൂത്ത മകൻ. അച്ഛൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇനി ആരെയും പേടിക്കില്ല എന്നൊരു ചിന്ത എന്നെ പറഞ്ഞു. പിന്നെ അമ്മ പറയുന്നതെന്ന് ഞാൻ അനുസരിക്കുകയില്ല. വിഷയവും തർക്കത്തിനും പറയും വീട്ടിലേക്കുള്ള എന്റെ വരവും പോക്കുമൊക്കെ തോന്നിയതുപോലെ കൂട്ടുകെട്ടൊക്കെ വളരെ മോശമായിരുന്നു. പക്ഷേ മദ്യപാനം, മയക്കുമരുന്ന്, ചീട്ടുകളി, അങ്ങനെ സകല പ്രയാസങ്ങൾ. ഇതിനൊക്കെ കാശുണ്ട്. മദ്യപിക്കാൻ കാശുണ്ട്. മയക്കുമരുന്നിന് കാശ് വേണ്ടേ? പേടിച്ചുകൊണ്ട് ബഹളം ഉണ്ടാക്കും. അമ്മയുടെ അടുത്ത് കാശ് പിടിച്ചു കഴിഞ്ഞാൽ മദ്യപിക്കും. മരുന്ന് വാങ്ങാനോ റേഷൻ വാങ്ങാനോ ഒറ്റ പൈസ എടുത്തുകൊണ്ടുപോയി ഞാൻ മദ്യപിക്കും. അമ്മയുടെ കഴുത്തിലെ സ്വർണ്ണമാല പൊട്ടിച്ചു കൊണ്ടുപോയി ഇട്ട് മദ്യപിച്ചു. അമ്മ ഒരുപാട് കരഞ്ഞു. രാത്രി എപ്പോഴും ഉറക്കം വന്നപ്പോൾ ഞാൻ കണ്ടത് എന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയുക എന്റെ അമ്മയെ. എന്റെ മക്കളെ എനിക്ക് എന്താണ് പറ്റിയത്? ഇങ്ങനെയാണല്ലോ ഇടച്ചെന്ന് വളർത്തി. എനിക്ക് വല്ലാതെ സങ്കടം വന്നു. പക്ഷേ
അമ്മയോട് ഞാൻ മാപ്പ് പറഞ്ഞു. അമ്മയുടെ തലയിൽ കൈകൾ ശക്തി ചെയ്തു. ഞാൻ കുടിക്കില്ലെന്ന് ഒന്നും കുടിക്കില്ല. അമ്മ പറയരുത്, അമ്മ പറയരുത്. കുറേ ദിവസം നല്ല കുട്ടിയായി വീടിനടുത്ത് അപ്പം കൂടി. പക്ഷേ എന്താ കുഴപ്പമെന്ന് ചോദിച്ചോ, ഒന്നും ഒരു ഉത്സാഹം തോന്നില്ല. ആരോടൊന്നും മുന്നിൽ പറയാനും ഒന്നും തോന്നുന്നില്ല. എന്റെ ഈ എഴുത്ത് കണ്ടിട്ട് ഒരിക്കൽ അന്ന് പറഞ്ഞു, മക്കളെ എഴുതിപ്പോയത് കണ്ടിട്ട് സങ്കടം തോന്നുന്നു. മക്കളൊന്ന് പുറത്തേക്കൊക്കെ വെച്ചില്ല. അങ്ങനെ 9 ആഴ്ചയ്ക്ക് ശേഷം ഞാൻ കടലിലേക്കൊന്ന് പോയി കൂട്ടുകാരെയൊക്കെ കണ്ടു. അവരെ കഥകളിലെ എല്ലാവരും കൂടി മദ്യപിക്കാനുള്ള പുറപ്പാടാ. ഞാൻ അവരോട് പറഞ്ഞു, ഞാനിതൊക്കെ നിർത്തി. അതെന്നാ ഏർപ്പാടാണ്, നീ കഴിക്കണ്ടെങ്കിൽ നിങ്ങളിവിടെ ഉണ്ടാക്കോ? അത് ശരിയാണെങ്കിൽ കഴിക്കാതിരുന്നപ്പോൾ കൂടെ ഇരിക്കുന്നുണ്ടെന്നോ. അങ്ങനെ ഞാനും ചെന്നു. എല്ലാവരും കൂടെ ഇരുന്ന് മദ്യപിക്കാൻ തുടങ്ങി. പക്ഷെ ഞാൻ കഴിച്ചില്ല. പക്ഷേ അല്പം നേരം കഴിഞ്ഞപ്പോൾ ഒരു സുഹൃത്ത് ഒരു ക്ലാസ് മുന്നോട്ട് പറഞ്ഞു, ഏടാ ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഇതൊരു ക്ലാസ് അനുബന്ധിച്ചിട്ട് ഞാൻ അവരുടെ സന്തോഷത്തിന് വേണ്ടി മനസ്സോടെ അത് വാങ്ങി. സത്യം പറയല പക്ഷേ അതകത്ത് ചെന്നപ്പോ ഒരു ഉത്സാഹമൊക്കെ തോന്നി തുടങ്ങി. പിന്നെ പുതിയ വർത്തമാനമൊക്കെ പറയാൻ തുടങ്ങി. അല്പം നേരം കഴിഞ്ഞപ്പോ അവിടുത്തെ ഒരു സുഹൃത്ത് വെച്ച് നീട്ടി അര ക്ലാസ്. ഞങ്ങളുടെ സന്തോഷത്തിന് ഇതും കൂടി ഇരിക്കട്ടെ, അല്ലെങ്കിൽ തന്നെ നിന്റെ ഈ ശരീരത്തിന് അര ക്ലാസ്സൊക്കെ എന്ത്? ഞാനും കരുതി ഇതുകൂടി കഴിച്ച് മിണ്ടാതിരിക്കും, അമ്മാറിയാതിരുന്ന പോലെ. അതും വാങ്ങി കുടിച്ചു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, പിടിവിട്ടുപോയി. അതുകൂടി അകത്ത് ചെന്നപ്പോ എന്റെ സ്വഭാവം മാറി. അന്ന് കൊടുത്ത വാക്കൊക്കെ മറന്നു. പിന്നെ എത്ര പ്രാവശ്യം ആരൊക്കെ ഗ്ലാസ് നീട്ടിയിരുന്നു, എത്ര അകത്താക്കിയിരുന്നു അറിയില്ല. കുടിക്കുമ്പോൾ ഒരു നിയന്ത്രണമുണ്ടല്ലേ. മദ്യത്തിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല. ഉണ്ടാകുന്ന മയക്കുമരുന്നുകളൊക്കെ വാങ്ങി ഉപയോഗിച്ചു. ഇപ്പോഴത്തേക്ക് വേറെ വൈദ്യുതിക്കുന്ന ഒരു സാധനമുണ്ടല്ലോ ചന്ദ്രൻ സാറ്, എന്താ അത്? അല്ലേ? അതൊന്നും ഞങ്ങളുടെ കാലത്ത് കിട്ടിയിരുന്നില്ല. അഞ്ചാവാ. വേറൊരു കുഴപ്പമുണ്ട്, അത് കിട്ടിയില്ലെങ്കിൽ മദ്യപിച്ചില്ലെങ്കിൽ ഞാനില്ലാതാകും. ഒരു ബോധമുണ്ടാകില്ല. എല്ലാവരും ചീത്ത വിളിക്കും, അത് ചോദിക്കും, ഒരു പ്രാർത്ഥന പോലെ അലറി വിളിക്കും. കാശിനെല്ലാവരും ബുദ്ധിമുട്ടിട്ടു. സുഹൃത്തുക്കളാണ് ഉപദേശിച്ചത്, നിനക്ക് കൂടി അവകാശപ്പെട്ട ദോഷത്തല്ലേ, ചിലക്ക് വീണ്ടും ചോദിക്കണം. അത് കൊള്ളാമെന്ന് ഞാനും കരുതി. വീട്ടിച്ചെന്ന് വിഷയം ലഭിച്ചു. ഞാൻ സമ്മതിച്ചില്ല. ഞാൻ കുടിച്ച് നശിപ്പിക്കുമല്ലോ. നേരല്ലേ മാഷെ, എന്റെ കൈ കിട്ടിയെന്ന് ചോദിക്കാനുണ്ടോ? അങ്ങനെ ചെയ്താൽ തലയിൽ കരയില്ലേ? എനിക്കൊരൊറ്റ വിചാരമല്ലോ, എനിക്ക് കാശ് കിട്ടണം. അന്ന് ഒരു ദിവസം മയക്കുമരുന്ന് മദ്യവും കിട്ടാതെ ഞാൻ ആകെ സ്വസ്ഥമായി. അന്ന് ഞാൻ ഭാഗവത്തിന്റെ കാര്യം അവരോട് പറഞ്ഞു. എന്റെ മരണം വരെ സ്വസ്ഥമാകും വെക്കുന്ന പ്രശ്നമില്ല, നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കഴിഞ്ഞാമത്. അന്ന് അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ദേഷ്യം വന്നു. ഓർമ്മിരിക്കുന്ന മണ്ണെന്ന കണ്ണാസെടുത്ത് നമ്മുടെ ദേഹത്തും തലയിലും മണ്ണെ ഒഴിച്ച് ഞാൻ അലറി. അല്ലേ, എനിക്കെന്റെ ദുരിതം തമ്മിൽ ചുട്ട് കൊന്നു കളയാൻ. ഒന്നും കരുതിക്കിട്ടില്ല മനുഷ്യൻ. അങ്ങനെ പക്ഷെ എന്റെ അമ്മ എന്നെ തോൽപ്പിച്ചു തുടങ്ങി. മോശം എന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് അമ്മ പറഞ്ഞു, എന്താ നീ തീ കൊളുത്താത്തത്? എന്താ നീ തീ കൊളുത്താത്തത്? നിനക്ക് കൈ കിടക്കുന്നുണ്ടോ? നിനക്ക് കൈ കിടക്കുന്നുണ്ടോ എന്ന് ഞാൻ ദേഷ്യത്തോടെ അമ്മയെ പിടിച്ച് തള്ളിയതാ. ചെന്ന് വീണത് കത്തിക്കൊണ്ടിരിക്കുന്ന
മണ്ണെണ്ണ പോലെയാ മണ്ണിന്റെ കത്തി ആ പാലറി സംഭവിച്ചു. എന്നെ തൂക്കിലേറ്റു. കോടതിക്ക് അമ്മയുടെ മരണമെന്തിനാണ് പ്രധാനം. എന്റെ മുമ്പായോ സാറ് അതിനൊന്നും ചെയ്യല്ലേ. ഞാൻ സ്വപ്നം കൊടുത്തതാണ്. പ്രായവേദന കൊണ്ട് പിടയുമ്പോൾ എന്റെ പുത്രന്റെ ജീവൻ രക്ഷിക്കാനാണ് അവൻ ശ്രമിച്ചു. മരണത്തിന്റെ മുഖത്ത് മക്കളെ വിട്ടുകളയാൻ മനസ്സിലാത്ത മഹാത്ഭുതത്തിന്റെ പേരാണ് അമ്മ. അമ്മേ അമ്മേ മെരിപ്പോട് പോലെന്തോ കത്തുന്നു ഹൃദയത്തിൽ നിന്റെ ദുഃഖത്തെ കുറിച്ചുള്ള ദുഃഖം. ആത്മഹത്യ കുട്ടിച്ചെടുത്ത് ജയിലായി. ശിക്ഷാകാലം ഞാൻ നാട്ടിൽ തിരിച്ചെത്തി. ആ വീട്ടിൽ കാലഘട്ടത്തിന് ശേഷം എനിക്ക് സ്വസ്ഥമായിട്ടില്ല. സ്വത്തയ്ക്ക് സഹോദരങ്ങൾക്ക് എഴുതി കൊടുത്ത് ഞാൻ വീടിന്റെ മോശം ഗതികിട്ടാതെ അറിയുക. ഇനി എത്ര കാലം അറിയില്ല. ഒരുപാട് കാലായി മനസ്സിൽ നിന്ന് കൊണ്ടു നടക്കുന്നതൊക്കെ തൊട്ടിക്കറിഞ്ഞപ്പോൾ വല്ലാത്തൊരാശ്വാസം. ഞാനിവിടെ നിന്ന് ശരിയായില്ല. പക്ഷേ ശരിയായില്ല. മക്കളെ, ഈ അപ്പത്തിന്റെ ജീവിതകഥ നിങ്ങളോട് നിങ്ങൾ പറഞ്ഞു. ിക്കാൻ ഒരുപാട് രക്ഷിതാക്കളുടെ സ്വപ്നമാണ് ഈ നാടിന്റെ പ്രതീക്ഷ. നിങ്ങളെ വിധിക്കാൻ കാലങ്ങളിലേക്ക് എത്തിയിരിക്കുന്നവർ ഒരുപാട് പേരണ്ടിച്ചിട്ടില്ല. ശ്രദ്ധിക്കണം. വഴിക്ക് മുമ്പിലോട്ട് തകർന്നു പോയ ഒരുപാട് ജീവിതങ്ങളുണ്ട് നമുക്ക് ചുറ്റിലും. അറിയാത്തവരിൽ നിന്ന് ഒരു മിഠായിയുടെ വാങ്ങി തന്നത് അധികരിക്കുന്നത് വലിയ ഗ്രന്ഥമല്ല. ഏൽപ്പം യാത്രയായി മക്കളെ എല്ലാവർക്കും നല്ലത് വരട്ടെ.
Thank you.